എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ കുറച്ച് മസാലകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്ന ഇടിയപ്പത്തിന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇടിയപ്പത്തിനും അപ്പത്തിനും പുട്ടിനും ചോറിനും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കോഴിക്കറി. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറിക്ക് വേണ്ടി 2 സവാള, 3 ചെറിയ കഷ്ണം ഇഞ്ചി, 10-15 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. സവാള കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും പച്ചമുളക് നടുവേ കീറിയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചതച്ചെടുത്തിരിക്കുന്നതുമായ കൂട്ടുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴന്നു വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂട്ടുകൾ കുറച്ചൊന്ന് വഴന്നു വന്നപ്പോഴേക്ക് ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കറുവാപ്പട്ട ഇവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം തന്നെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കൂട്ടുകളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഇവയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊടിക്കാത്ത ഗരം മസാല ഇട്ടതുകൊണ്ടാണ് 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത മസാല ചേർക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പൊടി മൂപ്പിക്കുമ്പോൾ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുറച്ചിട്ടതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ഇട്ടതിന് ശേഷവും കൂട്ടിവിടെ നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കിലോ ചിക്കനാണ് കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ്. 2-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ പീസൊക്കെ ഒന്ന് മുങ്ങി വരുന്ന രീതിയിൽ ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാപ്പാലിൻ്റെ അകത്താണ് ഈ ചിക്കൻ വെന്ത് വരുന്നത്. തേങ്ങാപ്പാലൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ചിക്കൻ വേവിക്കുന്നതെങ്കിൽ തീ കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചിക്കൻ ഇവിടെ വേവിക്കുന്നത്. എങ്കിൽ മാത്രമേ വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് തേങ്ങാപ്പാൽ വറ്റി വരുള്ളൂ. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ തേങ്ങാപ്പാലൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ കറി വെക്കാൻ നേരത്തെ ഒഴിച്ച തേങ്ങാപ്പാലിൻ്റെ ബാക്കി 2-ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതുപോലെ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. 2-ാം പാൽ ചേർത്തതിന് ശേഷം ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നു. ഇതിലേക്ക് ബാക്കിയുള്ള 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയം തീ കുറച്ചിട്ടിട്ട് വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. 2-ാം പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.